അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികൂലമായൊരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ജില്ല കാർഷിക മേഖലയാണ്, കൃഷി ഉപജീവനമാക്കിയ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാവിലെ പുലർച്ചെ മുതൽ തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ രാവിലെ 10 മണിവരെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. വൈകിട്ട് 3 മണിക്ക് ശേഷം കാട്ടാനയും കടുവയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന, അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. നിരവധി ജീവനുകൾ ഇതുവരെ വന്യമൃഗങ്ങൾ അപഹരിച്ചു കഴിഞ്ഞു. പക്ഷേ നഷ്ടപരിഹാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്ന ആരോപണം ഇപ്പോൾ ഈ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളി ടൗണിൽ കാണുന്ന കാഴ്ച, കടുവ കടിച്ചു വന്ന കാളയെ കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ. പശുവാണ്, വേറെയാണ്.